ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏപ്രിൽ 1 ചൊവ്വാഴ്ചയാണ് ഈ വർഷത്തെ മീനഭരണി ആഘോഷങ്ങൾ നടക്കുന്നത്. കൈവല്യദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ദിനം ദേവിയെ ആരാധിക്കാവുന്നതാണ്. ഈ ദിനത്തിലെ ദേവിയോടുള്ള നമ്മുടെ ആരാധനയും സ്നേഹവും സർവ്വ ദുരിതദോഷങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റുന്നു. കേരളത്തിലെ ഒട്ടേറെ ദേവീ ക്ഷേത്രങ്ങളിൽ ഈ ദിനത്തിൽ വിശേഷാൽ ഉത്സവവും പൂജകളും നടത്തുന്ന ഒരു ദിനം കൂടിയാണ് മീനഭരണി ദിനം. ഭരണി നക്ഷത്രത്തിൽ വരുന്ന ഈ ആഘോഷം വളരെ കേമമായി തന്നെ പല ക്ഷേത്രങ്ങളും ആചരിച്ചു വരുന്നു. ഭരണി നക്ഷത്രം പൊതുവെ ഭദ്രകാളി ദേവിയെ ആരാധനയ്ക്ക് വളരെ പ്രീതികരമായ ഒരു ദിനം തന്നെയാണ് മീനഭരണി. ഭദ്രകാളി പ്രീതിയിലൂടെ എല്ലാ ദുരിതദോഷങ്ങളും അകറ്റുന്നതിന് നമുക്ക് വളരെയധികം ശ്രേഷ്ഠമായ ദിനമാണ് മീനഭരണി ദിനം. ഈ ദിനത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ദാരിക നിഗ്രഹത്തിനായി അവതാരമെടുത്ത ദേവിയെ പ്രതിഷ്ഠിച്ചതിലൂടെ അത് സജ്ജനങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവും നിറയുന്ന തരത്തിലേക്ക് മാറി എന്നാണ് ഐതിഹ്യം. ഭക്തരെ രോഗദുരിതങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ദേവിയെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം. ഈ ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. മീനമാസത്തിലെ അശ്വതി നാളില് അശ്വതിക്കാവ് തീണ്ടലിലൂടെയാണ് ഭരണി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ദിനത്തിൽ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിശേഷാൽ പൂജകളും നടക്കുന്നു. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഭരണി നക്ഷത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവിയുടെ നാമങ്ങൾ ഉരുവിടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നു. മീനഭരണി ദിനത്തിൽ ദേവീ ഭക്തർ വിളക്ക് വെക്കുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മീനഭരണി ദിനത്തിൽ ദേവിക്ക് മുന്നിൽ വിളക്ക് 2 നേരം തെളിയിക്കുന്നതിന് ശ്രദ്ധിക്കുക. വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് വീടും പരിസരവും വൃത്തിയാക്കുക. ഇതുകൂടാതെ ദേവിയെ മനസ്സിൽ ഭക്തിയോടെയും കളങ്കമില്ലാതെയും വിചാരിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുക. ഇതിലൂടെ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ലഭിക്കുന്നതിന് വിളക്ക് തെളിയിക്കുന്നത് സഹായിക്കുന്നു. ദേവി മഹാത്മ്യം ജപിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയവും ഗുണാനുഭവങ്ങളും ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. മീനഭരണി ദിനത്തിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് അത്യുത്തമമായിട്ടാണ് കണക്കാക്കുന്നത്. രാവിലെയും വൈകുന്നേരവും നെയ്വിളക്ക് കൊളുത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ മീനഭരണി വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. വ്രതം എടുക്കുന്നവർ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ശ്രദ്ധിക്കുക. ഇതെല്ലാം ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നൽകുന്നുണ്ട്. കൊടുങ്ങല്ലൂരമ്മയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഈ ദിനത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. മീനഭരണി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ ചില പ്രത്യേക വഴിപാടുകൾ നടത്താവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഐശ്വര്യാഭീഷ്ടസിദ്ധി നൽകുന്നു. എല്ലാ കുടുംബാംഗങ്ങളുടെയും തലയ്ക്കൊഴിഞ്ഞ് നാണയം സമർപ്പിക്കുന്നത് ജീവിതത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിൽ വിളക്കെണ്ണ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഭരണി ദിനത്തിൽ ഈ വഴിപാട് സമർപ്പിക്കുന്നത് അതിവിശേഷമാണ്. ഇതുകൂടാതെ വിളക്ക് വഴിപാടായി കഴിക്കുന്നതും നല്ലതാണ്. എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിന് നിങ്ങൾക്ക് ഈ വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ്. രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും നല്ലതാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.